സുന്ദരി. ഹേ ഗായ്സ്, അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ച എൻ്റെ ഒരു ഡേ മൈ ലൈഫ് കാണിച്ചു തരാമെന്ന്. ഫസ്റ്റ് രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നതോടെ തന്നെ ഗായ്സ് മോങ്കുട്ടൻ പഠിച്ചുകൊണ്ടിരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. മോങ്കുട്ടൻ പഠിത്തത്തോട് പഠിത്തം, പിന്നെ പൊന്നമാമ ചായ കുടിച്ചുകൊണ്ടിരിപ്പുണ്ടായത്. പിന്നെ ഇടയ്ക്ക് മോങ്കുട്ടനെ പഠിച്ചും കേൾപ്പിക്കുന്നുണ്ട് ഗായ്സ്. നമ്മളും അങ്ങനെയൊക്കെ തന്നെ കുറേയൊക്കെ പഠിക്കുന്ന സമയത്ത് നമുക്ക് പാടായിട്ട് തോന്നിയത് നമ്മൾ കൊച്ചിലെ പഠിക്കുമ്പോഴും നമുക്ക് പാടായിട്ട് തോന്നിയിട്ടുണ്ട് കുറേ കാര്യങ്ങളൊക്കെ. ഇപ്പോൾ നമ്മൾ ഒന്നും അത് നിസ്സാരമല്ലെന്ന്. പിന്നെ ഗായ്സ് പൊന്നമാമയുടെ ഒരു ഹായ് പറഞ്ഞാൽ പറയുന്നതിൻ്റെ നാണവ ഗായ്സ്. പിന്നെ ഹായ് ഒക്കെ കാണിച്ച് പിന്നെ ഞാൻ സമയമൊക്കെ നോക്കി. പിന്നെ അവൻ പിന്നെയും പഠിച്ച് കേൾപ്പിക്കുമോ ഗായ്സ്. അവന് ട്യൂഷന് പോകുമ്പോൾ പഠിച്ച് കേൾപ്പിക്കണം. അതുകൊണ്ടാവും പിന്നെ കുറച്ച് നേരം കൂടെയൊക്കെ പഠിച്ച് കേൾപ്പിക്കുന്നതൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ ഞാൻ പല്ല് തേക്കാനായിട്ട് ഇറങ്ങി. പിന്നെ പല്ലൊക്കെ തേച്ച് കുറച്ച് നേരം നന്നായിട്ട് പല്ലൊക്കെ തേച്ച് അത് കഴിഞ്ഞിട്ട് ബ്രഷൊക്കെ കഴുകി മുഖമൊക്കെ കഴുകി വായൊക്കെ കൊപ്പിളിച്ച് കേട്ടോ ഗൈസ്. പിന്നെ ഞങ്ങളുടെ അവിടുത്തെ രാവിലെ നല്ല വ്യൂ ആണ് ഗൈസ്. നല്ല രസമൊക്കെ കാണാനായിട്ട്. ഞങ്ങളുടെ തൊട്ടപ്പുറത്ത് തന്നെ കണ്ടമൊക്കെ ഉണ്ട്. വെള്ളമൊക്കെ വരുമ്പോൾ ഇച്ചിരി വെള്ളം കയറിയാലും നല്ല സ്ഥലമാണ് ഗൈസ്. നിങ്ങൾ വള്ളം കളിക്കൊക്കെ വരുവാണെങ്കിൽ വരൂ ഗൈസ്. നല്ല രസമായിരിക്കും വള്ളം കളിക്കൊക്കെ വന്നു കഴിയുമ്പോൾ. പിന്നെ ഞാൻ കുളിച്ചിട്ടൊക്കെ വന്ന് പിന്നെ ഡ്രസ്സൊക്കെ അപ്പം തന്നെ കഴുകിയിട്ടേക്കും ഗൈസ്. പിന്നെ അമ്മ ചീത്ത വിളിക്കും അല്ലെങ്കിൽ കഴുകിയിട്ടില്ലെങ്കിൽ. അതുകൊണ്ട് ഡ്രസ്സൊക്കെ ഇട്ട് കഴുകിയിട്ട് നന്നായിട്ട് കഴുകിയൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ നമ്മുടെ സ്കിൻ കെയർ, പിന്നെ മോയ്സ്ചറൈസർ, സൺസ്ക്രീം, ഐബ്രോ ഫില്ല് ചെയ്ത് കൊടുത്ത് പിന്നെ അതിൻ്റെ ഇടയ്ക്ക് അവന്ത് ഗൈസ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്തിരുന്നു. അത് പറയണം കേട്ടോ. അവൾ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഞാനും ജോലിക്ക് പോകുന്നതിന് മുമ്പ് അവളെ കൊണ്ട് എടുപ്പിച്ചേ ഗൈസ്. അവൾ പാവം കൊച്ചങ്ങോട്ട് ഞാൻ പറഞ്ഞു അങ്ങോട്ട് പിടിയടി ഇങ്ങോട്ട് പിടിയടി എന്നൊക്കെ പറയുമ്പോൾ അവൾ പിടിച്ച് തരുന്നുണ്ടായിരുന്നു ഗൈസ്. പിന്നെ ഐബ്രോസൊക്കെ നന്നായിട്ട് ഫില്ല് ചെയ്ത് കൊടുത്ത് ത്രെഡ് ചെയ്തത് അച്ചുവാണ് എനിക്ക് പ്രാവശ്യം ഗൈസ്. അച്ചുവാണ് എനിക്ക് ത്രെഡ് ചെയ്ത് തന്നെ. പിന്നെ ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഒരുപാട് ഇടാൻ പോയില്ല ഗൈസ്. എന്തായാലും ഞാൻ അവിടെ കഴിച്ചില്ല, ഫുഡ് കഴിച്ചില്ലായിരുന്നു മെയിനായിട്ട്. പിന്നെ ഫുഡൊക്കെ കഴിച്ചിട്ട് പിന്നെ കുറച്ചും കൂടി ഇടാമെന്ന് വിചാരിച്ചു. പിന്നെ പൊട്ടൊക്കെ തൊട്ട് പിന്നെ മുടി രാവിലെ കുളിക്കും ഇപ്പം ഗൈസ് എല്ലാ ദിവസവും. എന്താണെന്നറിയത്തില്ല, ഇപ്പോൾ കുറേ നാളായിട്ട് ഇപ്പം എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് തല തോർത്തി ഗൈസ്. നിങ്ങളുടെ മുടിയും ചട പിടിക്കും. എനിക്ക് കുളിച്ച് കഴിയുമ്പോൾ ഒരു ചട പിടിച്ചൊരു ഫീലാണ് തോന്നുന്നത് ഗൈസ്. പിന്നെ ഞാൻ ഒരുങ്ങി സുന്ദരിയായി മുടിയൊക്കെ കെട്ടി. പിന്നെ മോങ്കുട്ടനിടക്ക് യോയോയൊക്കെ പറയുന്നുണ്ട് ഗൈസ്. യോ എന്നൊക്കെ പറഞ്ഞ അവൻ എനിക്ക് ഇതൊക്കെ തന്നു കേട്ടോ. മിഠായിയൊക്കെ കൊണ്ട് തന്ന് അത് ഞാൻ കഴിച്ചായിരുന്നു. അതിൻ്റെ വീഡിയോ ഒന്നും ഞാൻ എടുത്തില്ല ഗൈസ്. പിന്നെ വീട്ടിൽ അമ്മ ഇന്നുണ്ടായിരുന്നതുകൊണ്ട് ചപ്പാത്തിയും കിഴങ്ങറിയും ഉണ്ടായിരുന്നു. പിന്നെ മോങ്കുട്ടൻ്റെ വീട്ടിൽ നിന്ന് ചിക്കൻ കറി കൊണ്ട് തന്നു. മോങ്കുട്ടനല്ല, അവയാ ചിക്കൻ കറി കൊണ്ട് തന്നെ. ചിറ്റയുടെ ചിക്കൻ കറിയാണ് ഗൈസ്, നല്ല ചിക്കൻ കറി. അതിൻ്റെ റെസിപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ, അടുത്ത വീഡിയോയിൽ ഇടാം ഗൈസ്. പിന്നെ ഞാൻ ഫുഡൊക്കെ കഴിച്ചു. നിങ്ങളൊക്കെ ഫുഡൊക്കെ കഴിച്ചോ? ഫുഡൊക്കെ കഴിക്കണം കേട്ടോ കൃത്യസമയത്ത്. എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടാറുണ്ടോ? വീഡിയോസൊക്കെ കാണണം കേട്ടോ. ലോങ് വീഡിയോസ് ആരും പൊതുവെ കാണാറില്ലെന്ന് തോന്നുന്നു. പിന്നെ ഞാൻ പാത്രമൊക്കെ കഴുകി വെച്ച് ഗൈസ്. നല്ല കുട്ടിയായിട്ട് പാത്രമൊക്കെ കഴുകി വായൊക്കെ കഴുകി പുറത്ത് പോയ കഴുകി ഗൈസ്. അതുകൊണ്ട് അമ്മയെല്ലാം ചീത്ത വിളിക്കും ഗൈസ്. അമ്മ അവിടെ നിൽപ്പുണ്ട്. അമ്മ എല്ലാ ദിവസമൊന്നും കാണത്തില്ല ഗൈസ്. അമ്മ ഇന്ന് വീട്ടിലുണ്ടായിരുന്നു. പിന്നെ അമ്മ മോര് താളിക്കുമായിരുന്നു. അതൊക്കെ കണ്ടു ഗൈസ്. അതൊക്കെ നിങ്ങൾക്ക് വീഡിയോ ഇട്ടിട്ടുണ്ട്. പിന്നെ അമ്മയ്ക്കൊരു ഉമ്മയൊക്കെ കൊടുത്ത് പിന്നെ അമ്മ എല്ലാ ദിവസമൊന്നും കാണത്തില്ല ഗൈസ്. പിന്നെ അമ്മയ്ക്ക് ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവിടെ ഓഫ് സീസൺ ആയതുകൊണ്ട് ലീവാണ്. അതുകൊണ്ടാണ് അമ്മ ഇപ്പോൾ എല്ലാ ദിവസവും മിക്കപ്പോഴും വീട്ടിലുണ്ട്. അതെന്ന് വെച്ചാലും 10 ലീവേ ഉള്ളൂ ഗൈസ്. അത് കഴിയുമ്പോൾ അമ്മയ്ക്ക് പോകണം. പിന്നെ ഞാൻ പോകാനായിട്ട് റെഡിയായി ഗൈസ്, ജോലിക്ക് പോകാൻ വേണ്ടിയിട്ട്. നമുക്ക് യൂണിഫോമൊന്നുമില്ല, കളറിട്ടുകൊണ്ട് പോകാം. പിന്നെ ഞാൻ അവന്തുനോട് ചോദിക്കുകയാണ് ഗൈസ്, പാവമ്പറ്റ കൊച്ച് സ്കൂളിൽ പോകേണ്ട കൊച്ചിനെ പിടിച്ചിട്ടാണ് ഗൈസ് ഞാൻ വീഡിയോ ഒക്കെ എടുപ്പിക്കുന്നത്. അവൾ വീഡിയോ ഒക്കെ എടുത്തു തന്നത്. താങ്ക് യു ആവാ. പിന്നെന്താണ് ഞാൻ പിന്നെ അവിടെ നിന്ന് ഇറങ്ങുന്നൊരു വീഡിയോ ഒക്കെ എടുത്ത് ഗൈസ്. പിന്നെ ഞാൻ പറവൂരാണ് വർക്ക് ചെയ്യുന്നത്. പറവൂർ IMS വള്ളിയുടെ ഓപ്പോസിറ്റ് വരുന്ന ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ വന്നിട്ട് കീ മേടിക്കുന്നത് ഞങ്ങൾ അപ്പുറത്തെ കടയിൽ ചേച്ചിയുടെയിലാണ് താക്കോൽ കൊടുക്കുന്നത്. അവിടെ ആരും ഇല്ലായിരുന്നു ഗൈസ്. പിന്നെ ഞാൻ താക്കോൽ എടുത്തുകൊണ്ട് പോകുന്നു. പിന്നെ തുറന്ന് ഗൈസ്. പിന്നെ ഇതിനൊരു ടൈറ്റ് ആയതുകൊണ്ട് നല്ലൊരു ഓട്ടോക്കാരൻ ചേട്ടൻ, ആ ചേട്ടൻ എനിക്ക് തുറക്കട്ടെ മോളെ എന്ന് ചോദിച്ചൊരു ശബ്ദമുണ്ട്. ഞാൻ പറഞ്ഞു ആ ചേട്ടാ തുറന്നു എന്ന് പറഞ്ഞു. പിന്നെ നമ്മൾ ഷോപ്പിൽ വന്ന് താക്കോലൊക്കെ വെച്ചിട്ട് ഹെൽമെറ്റൊക്കെ ഊരി വെക്കുന്നതെന്നൊക്കെ പറയുന്ന ഗൈസ്. ഹെൽമെറ്റൊക്കെ ഊരി വെച്ച് പിന്നെ ഞാൻ വിചാരിച്ചു നിങ്ങളൊരു കാര്യം കാണിച്ചു തരാം. ഇതാണ് ഞങ്ങളുടെ ഷോപ്പിൻ്റെ ഓപ്പോസിറ്റ് കാണുന്നത്. നല്ലൊരു ഐശ്വര്യ ഗൈസ്. IMS വള്ളിയുടെ ഓപ്പോസിറ്റ് അവിടെ ഒരു മാതാവ് ഇരിപ്പുണ്ട്. അതാണ് കാണുന്നത്. നല്ല ഭംഗിയാണ് ഗൈസ് കാണാനായിട്ട്. പിന്നെ ഞാൻ വന്നിട്ട് ലൈറ്റൊക്കെ ഇട്ട് നമുക്ക് തൂക്കണം. ആദ്യം വന്നോടനെ നമ്മളവിടെ ഫുള്ള് ക്ലീൻ ആക്കണം. പിന്നെ നമുക്ക് വെറുതെ ഇരിക്കാം ഗൈസ്. പിന്നെ കസ്റ്റമർ വരുമ്പോൾ വർക്ക് ചെയ്താൽ മതി. പിന്നെ ഞാൻ പറയാം ചൂലൊക്കെ പിടിച്ച് ഗൈസ്, ചൂലൊക്കെ എടുത്തെന്നൊക്കെ പറഞ്ഞു. പിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞ് ഗൈസ് തൂത്ത് തുടയ്ക്കാറായപ്പോൾ അച്ചു വന്നു. പിന്നെ അച്ചു എനിക്ക് പിന്നെ വീഡിയോസൊക്കെ എടുത്ത് തന്നു ഗൈസ്. പിന്നെ ഞാൻ പറയുന്നുണ്ട് നമ്മൾ എല്ലാ ദിവസവും തുടയ്ക്കാറില്ല. കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് നല്ല രീതിയിൽ വർക്ക് ഉണ്ടെങ്കിൽ തുടച്ചാൽ മതി. ഡെയിലി തുടയ്ക്കേണ്ട കാര്യമില്ല, അഴുക്കൊന്നും പറ്റുന്നില്ല ഗൈസ്. പിന്നെ നമ്മൾ പൊതുവെ തുടയ്ക്കും, എന്നാലും തുണിയൊക്കെ പ്രോപ്പറായിട്ട് മടക്കി വെക്കും. പിന്നെ അവിടെയുള്ള കാര്യങ്ങളൊക്കെ അലങ്കോലമായിട്ട് കിടക്കുന്നതൊക്കെ മാറ്റും. പിന്നെ തുടയ്ക്കുന്നതൊക്കെ അച്ചു എനിക്ക് വീഡിയോ എടുത്ത് തന്ന്. അച്ഛന് യൂട്യൂബ് ചാനലുണ്ട് ഗൈസ്, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം. നല്ല വീഡിയോസൊക്കെയാണ്, നല്ല കണ്ടൻറ്റൊക്കെയാണ് ഇടുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടും, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ഗൈസ്. പിന്നെന്താണ്, ഞങ്ങളുടെ ഷോപ്പിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഞങ്ങളുടെ ഷോപ്പിൽ ഇപ്പോൾ ഹൈഡ്രാ ഫേഷ്യലിന് ഓഫർ കിടപ്പുണ്ട് ഗൈസ്. നിങ്ങൾ വന്ന് ചെയ്ത് നോക്കുക, 1000 രൂപയേ ഉള്ളൂ ഗൈസ്. പിന്നെന്താണ്, ഇതേ വെള്ളം മേടിച്ച് ഗൈസ്. ഇവിടുത്തെ വെള്ളം തീർന്നിരിക്കുമായിരുന്നു മെയിനായിട്ട്. ചേച്ചിയുടെ വറ്റിൽ പോയി ഗൈസ് ഞങ്ങൾ വെള്ളം മേടിച്ച്
തണുത്ത വെള്ളം മേടിച്ചു ഗൈസ്. എനിക്കാണെങ്കിൽ ഒരു പുഴുപ്പല്ലുള്ളത് കൊണ്ട് തന്നെ വെള്ളം കുടിക്കുമ്പോൾ എന്തോ ഒരു വേദന പോലെ തോന്നും ഗൈസ്. നിങ്ങൾക്കും തോന്നാറുണ്ട് പുഴുപ്പല്ലുണ്ടെങ്കിൽ? പിന്നെ എന്താണ് വെള്ളം കുടിച്ചപ്പോൾ നിറകെ കയറി ഗൈസ്. പിന്നെ ഞാൻ പറയുകയാണ് ഇരിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ കസ്റ്റമർ വരുന്നവരെ നമുക്ക് പോസ്റ്റാണ്. നമ്മൾ പിന്നെ വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്യാനുള്ള വീഡിയോസൊക്കെ എഡിറ്റ് ചെയ്ത് അവിടെ ഇരിക്കും. പിന്നെ അച്ചു വന്ന് അച്ചുവിനെ ഞാൻ കാണിച്ചില്ലല്ലോ നിങ്ങൾ. ഇതാണ് അച്ചു ഹോളിലായിരുന്നു ആ സമയത്ത്, ഞാൻ എടുത്ത സമയത്ത്. പിന്നെ ഞാൻ ത്രെഡ് ചെയ്യാൻ ഒരു കസ്റ്റമർ വന്നു, അപ്പോൾ ഞാൻ ത്രെഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പം ഇടയ്ക്ക് അച്ഛൻ ത്രെഡ് ചെയ്യാൻ ഞങ്ങൾ മാറി തിരിഞ്ഞ് ത്രെഡൊക്കെ ചെയ്യും ഗൈസ്. പിന്നെ ഞാനാണ് ആ ചേച്ചിക്ക് ത്രെഡ് ചെയ്തത്. അച്ഛൻ എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തന്ന്. പിന്നെ ഇടയ്ക്ക് അച്ഛൻ ത്രെഡ് ചെയ്യുമ്പോൾ ഞാൻ വീഡിയോ എടുത്ത് കൊടുക്കും. അങ്ങനെ മാറി തിരിഞ്ഞൊക്കെ എടുക്കും ഗൈസ്. പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. പിന്നെ എനിക്ക് എന്തായിരുന്നു, മോര് കറിയും പപ്പരക്ക തോരനും, അച്ഛന് പയർ മെഴുക്കുവരട്ടിയുമായിരുന്നു. ഇന്നാണെങ്കിൽ മുളക് ഞെരടിയതൊന്നുമില്ല ഗൈസ്. അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു എരിവായിട്ടൊന്നുമില്ല ഗൈസ്. പിന്നെ അമ്മു കയറി വന്ന് പിന്നെ അവളോട് കുറച്ച് കുശലമൊക്കെ പറഞ്ഞ് ഗൈസ് പോയി ഗൈസ്. പിന്നെ ഞാൻ പെട്ടെന്ന് ഫുഡ് കഴിച്ച് കഴിയും ഗൈസ്. നിങ്ങളും അങ്ങനെയാണോ? പതുക്കെ കഴിക്കുന്നവരുണ്ട്, പെട്ടെന്ന് കഴിക്കുന്നവരുണ്ട്. എനിക്കറിയാവുന്ന ഒരാൾ പതുക്കെ കഴിക്കത്തുള്ളൂ. പിന്നെ അത് കഴിച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഒരു കസ്റ്റമർ വന്ന് പാത്രമൊക്കെ കഴുകി വെച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ ഞാൻ ആളോട് പറയണം എനിക്ക് യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട്, വീഡിയോസൊക്കെ കാണണം. നല്ലൊരു കുട്ടിയായിരുന്നു. പിന്നെ ആളുടെ അമ്മയായാലും പിന്നെ ഒരു അനിയത്തിയുണ്ട്, അവരായാലും നല്ല രീതിയിൽ സഹകരിച്ച് കുറച്ച് ടൈമൊക്കെ എടുത്ത്. പിന്നെ നല്ല ലോങ് മുടിയായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടായിരുന്നു ആ കൊച്ചിൻ്റെ മുടി ഹെയർ സെറ്റ് ചെയ്ത് വന്നപ്പം. ആളുടെ അമ്മയൊക്കെ അവിടെ ഇരിപ്പുണ്ട് ഗൈസ്. പിന്നെ അച്ചു എനിക്ക് വീഡിയോ എടുത്തു തന്നുകൊണ്ടാണ് ഗൈസ് ഞാൻ ഈ വീഡിയോ ഇടുന്നത്. താങ്ക് യു അച്ചു. അതിൽ ഞാൻ താങ്ക് യു പറയുന്നുണ്ട് അച്ഛനോട് വീഡിയോയിൽ. പിന്നെ കുറേ വീഡിയോസൊക്കെ എനിക്കിപ്പോൾ എടുത്തു തരാറുണ്ട് അച്ഛൻ്റെ ടൈമും കൂടെ കണ്ടെത്തി അവൾ എനിക്ക് വീഡിയോസിലൊക്കെ സഹായിക്കുന്നുണ്ട്. എൻ്റെ വീഡിയോസൊക്കെ കൊള്ളാമെന്നൊക്കെ പറയാറുണ്ട്, വീഡിയോസൊക്കെ കാണാറുണ്ട്. അതിലൊക്കെ ഒരുപാട് സന്തോഷം. പിന്നെന്താണ്, ഒരുപാട് ടൈമൊന്നും എടുത്തില്ല ഗൈസ്. ആദ്യം ഞാൻ സ്ട്രൈറ്റ് കട്ട് വെട്ടി, അപ്പോൾ ആൾക്ക് കുറച്ച് ലെങ്ത് കുറയ്ക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ നമ്മൾ ലെയർ അടിച്ച് വെച്ച്. പിന്നെ നമ്മുടെ ഷോപ്പാണ് ഗ്ലാംസ് വിങ്സ്. നിങ്ങൾ വരണം ഒരു ദിവസമെങ്കിലും. നമ്മുടെ ഷോപ്പിൽ ഓഫറൊക്കെ ഇടുന്നുണ്ട് ഓണം പ്രമാണിച്ചിട്ട്. ഹൈഡ്രാ ഫേഷ്യലാണ് മെയിനായിട്ട് ഓഫർ ഇവിടെ വരുന്നത്. എല്ലായിടത്തും ഹൈഡ്രാ ഫേഷ്യൽ 3000-4000 രൂപ റേറ്റാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പിൽ വെറും 1000 രൂപയ്ക്കാണ് ഓഫർ വരുന്നത്. നിങ്ങൾക്ക് വന്ന് ചെയ്യാം. പിന്നെ ആയിട്ട് എല്ലാ ഷോപ്പിലും ത്രെഡിങ്ങിനൊക്കെ 60-70 രൂപയൊക്കെ മേടിക്കുന്നു. നമ്മുടെ ഇവിടെ ത്രെഡിങ്ങിന് 50 രൂപയാണ്. പിന്നെന്താണെന്ന് വെച്ചാൽ ഹെയർ കട്ട് വരുന്നത് ലെയറിന് വെറും 400 രൂപ മാത്രമേ ഉള്ളൂ. ഹെയർ വാഷും കൂടെ വരുവാണെങ്കിൽ 450. പല സലൂണുകളിലും 600-650 രൂപയ്ക്ക് റേറ്റിൽ വരുന്ന സാധനങ്ങൾ പോലും നമുക്കിവിടെ റേറ്റ് കുറഞ്ഞാണ് വരുന്നത്. പിന്നെ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ മെസ്സേജ് അയച്ചാൽ മതി. നമ്മുടെ ഷോപ്പിൻ്റെ ലൊക്കേഷൻ എന്തെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ. ഹെയർ കട്ടായാലും അത്യാവശ്യം നല്ല ഹെയർ കട്ട് രീതിയിലാണ് നമ്മൾ നല്ല സർവീസാണ് ചെയ്ത് കൊടുക്കുന്നത്. കണ്ടാൽ മനസ്സിലാവും. ആ കുട്ടിക്കായാലും ആ കുട്ടിയുടെ വീട്ടുകാർക്കായാലും ഒരുപാട് ഇഷ്ടപ്പെട്ടൊരു ഹെയർ കട്ട് തന്നെയാണ്. ആളുടെ വീട്ടുകാരായിട്ട് വന്നിട്ടാണ് ചെയ്തിട്ട് പോയത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ആളുടെ വീട്ടുകാരായാലും അമ്മയായാലും ആ പെങ്ങളായാലും എല്ലാവരും നല്ലൊരു സപ്പോർട്ടീവായിട്ടുള്ള ഒരു ഫാമിലിയാണെന്ന് തോന്നുന്നു. ആളായാലും എനിക്കൊരുപാട് ഇഷ്ടപ്പെട്ടെന്നൊക്കെ പറഞ്ഞ് അതിലൊരുപാട് സന്തോഷം. പിന്നെ പോയി. ആളെക്കുറിച്ച് എന്ത് പറയാനാണ്, ആളൊരു പാവമാട്ടോ, ഒരു ഷൈ ആണെന്ന് തോന്നുന്നു. ഒരുപാട് അങ്ങനെ സംസാരിക്കാത്ത കൂട്ടത്തിലാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ചായ കുടിച്ചു ഗൈസ്. അമ്മൂൻ്റെ ചായയാണ് ഗൈസ്. അവളുടെ ചായ നല്ലതാണ് ഗൈസ്. പിന്നെ അമ്മൂൻ്റെ ചായ ആയാലും എല്ലാം അവളുണ്ടാക്കുന്ന എല്ലാം നല്ല ടേസ്റ്റാണ്. മറ്റേ ചേച്ചിയുടെ നല്ലതാണ്, എങ്കിലും എനിക്ക് കുറച്ചും കൂടി ഇഷ്ടം അമ്മൂൻ്റെതായിരിക്കും. ഞാൻ എപ്പോഴും അമ്മൂനോടാണ് കൂടുതലും ചായയൊക്കെ ചോദിക്കാറ്. ആളൊരു പാവം കേട്ടോ, അങ്ങനെ കുശുമ്പ് നുണയൊന്നുമില്ല. നമ്മളോട് എല്ലാവരോടും നല്ല കമ്പനിയും ആയിട്ടൊക്കെയാണ്. പിന്നെ അവളെ കളിയാക്കുവാണ്, അവളുടെ പഴംപൊരി വികലാംഗനാണ് ഗൈസ് എന്നൊക്കെ പറഞ്ഞ് പാവമുണ്ട്. പിന്നെ ഞങ്ങൾ കുറേ നേരം നിന്നപ്പം ഒരു ത്രെഡ് വന്ന് അച്ചു ത്രെഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. പിന്നെ ഇത് ലല്ലു, അച്ചുവിൻ്റെ കസിനാട്ടോ. ആൾ പാവം കേട്ടോ, കുഞ്ഞാണ്. എൻ്റെ ഒരു ലൈവിൽ വന്നിട്ടുണ്ട് ലല്ലു. പിന്നെ ഞാൻ വീട്ടിൽ പോകാമെന്ന് പറഞ്ഞ് ഇറങ്ങി ഗൈസ്. അങ്ങനെ ഒരുപാടൊന്നുമില്ല. ബൈ. ഗ്ലാംസ് വിങ്സിൽ നിന്ന് പോവുക ഗൈസ്. ഞാനിനി പുന്നമടയിലോട്ട് പോട്ടെ. ഇവിടെ നിന്ന് കുറച്ച് ദൂരമുണ്ട് ഗൈസ്, ഒരു 3/4 മണിക്കൂർ പോകാനുള്ളതുണ്ട്. പിന്നെ വീട്ടിൽ വന്നപ്പോൾ ഗൈസ് ഇതാണ് ഞാൻ കാണുന്നത്. എല്ലാവരും കൂടി ഇരുന്ന് സീരിയൽ കാണും. നിങ്ങളും വീട്ടിലെല്ലാവരും സീരിയൽ കാണും. ഞാനും സീരിയൽ കാണും കേട്ടോ. എനിക്കിഷ്ടമാണ് ആ സീരിയൽ. എനിക്കതിൽ ആ ചേച്ചീനെ ഒരുപാട് ഇഷ്ടമാണ്. നല്ല രസമല്ലേ കാണാൻ, നല്ല ഷേപ്പാണ്. സാരിയൊക്കെ കൊടുത്ത് കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പിന്നെ എനിക്ക് അമ്മ ചായയൊക്കെ കൊണ്ടു തന്നു ഗൈസ്. ചൂട് ചായ എന്നൊക്കെ പറയും. പിന്നെ നടക്കാൻ പോയി, അതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഗൈസ്. പിന്നെ നടന്നിട്ട് വന്നിട്ടാണ് ഞാൻ മേല് കഴുകുന്നത്. മേലൊക്കെ കഴുകി സെറ്റായതിന് ശേഷം ഫുഡൊക്കെ കഴിക്കണം. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ ഗൈസ് ഞാൻ പിന്നെ കിടന്നു തുടങ്ങും. പിന്നെ ഞാൻ കൊണ്ടുപോയി പാത്രമൊക്കെ വെച്ച്, മെയിനായിട്ട് പാത്രമൊക്കെ കൊണ്ടുപോയി വെച്ചതിന് ശേഷമാണ് ഗൈസ് പിന്നെ ഞാൻ ഒരു ഉള്ളിച്ചമ്മന്തി, ഞാൻ പറഞ്ഞില്ല രാവിലെ ഒന്നും എരിവൊന്നും ഇല്ലാഞ്ഞുകൊണ്ട് പോസ്റ്റാണ്. നമ്മൾ പുന്നമടക്കാർക്കൊക്കെ ഒരു ഇത്തിരി എരിവും കാര്യങ്ങളൊക്കെ വേണം. ആലപ്പുഴക്കാർക്ക് പൊതുവെ എരിവുള്ള ഭക്ഷണങ്ങളായിരിക്കും ഒരുപാട് ഇഷ്ടമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞങ്ങളുടെ വീട്ടിൽ എരിവ് വേണം ഗൈസ്, എന്തെങ്കിലും എരിവ് വേണം. പിന്നെ ഞാനൊരു ഉള്ളിച്ചമ്മന്തി എന്ന് വെച്ചാൽ ഉള്ളിയൊക്കെ ഇട്ട് ഒരു ചമ്മന്തി പോലെയൊക്കെ സെറ്റാക്കി എടുത്ത് ഗൈസ്. അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യുന്നുണ്ട്, വീഡിയോസ് കാണണം ഗൈസ്. പിന്നെ എല്ലാവർക്കും വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ കമൻറ്റ് ഇടണം. പിന്നെ ഗൈസ് ഞാൻ ആ വീഡിയോയിൽ ഡാൻസൊക്കെ കളിക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ സ്റ്റാർ സിംഗറിൽ പാട്ടൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു വീട്ടിൽ. സ്റ്റാർ സിംഗറിൽ എനിക്ക് ഒരുപാട് ഇഷ്ടം. സ്റ്റാർ സിംഗറൊക്കെ നിങ്ങൾ കാണാറുണ്ടോ? എൻ്റെ അമ്മയൊക്കെ അതിൻ്റെ ഫാൻസാണ് ഗൈസ്, എപ്പോഴും ഇരുന്ന് കാണുന്നതാണ്. പിന്നെ എൻ്റെ ഈ വീഡിയോസൊക്കെ എടുത്തിരുന്ന എൻ്റെ അവമോളാണ്, അവളുടെ താങ്ക് യു അവ. പിന്നെ ഗൈസ് അതൊക്കെ ഉണ്ടാക്കിയതിന് ശേഷം ഞങ്ങൾ കഴിച്ചു. എന്താണ് കഴിച്ചത്? മത്തിക്കറി,
സെയിം കറി തന്നെ ഗൈസ്. പിന്നെ മുളക് ചാലിച്ചതും കൂടെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ഉണ്ടാക്കിയത് കൊണ്ട് പറയുമല്ലോ ഗൈസ്, സൂപ്പറായിരുന്നു മുളക് ചാലിച്ചത്. നിങ്ങൾ ഒരു വട്ടമെങ്കിലും ഉണ്ടാക്കി നോക്കിത്തണം. എല്ലാവരും ഉണ്ടാക്കുന്നതാണ്, എന്നാലും ഞാൻ പറയുകയാണ് നിങ്ങൾ ഒരു വട്ടവും കൂടെ ഉണ്ടാക്കി നോക്കണം ഗൈസ്. അതുണ്ടാക്കാൻ അറിയാത്തവരും ഉണ്ട് കേട്ടോ ഗൈസ്, അതുകൊണ്ട് പറഞ്ഞതാണ് കേട്ടോ. നിങ്ങൾ ഉണ്ടാക്കി നോക്കണേ. ബൈ. എനിക്ക് ഉറക്കം വരുന്നു ഗൈസ്, എന്നാൽ ഞാൻ ഉറങ്ങാൻ പോവാണ്. വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നത് ബൈ. സബ്സ്ക്രൈബ് ചെയ്യണേ ഗൈസ്.